ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീനി ദിസ് വ്ലോഗിൻ്റെ പുതിയൊരു റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ദേ നമ്മളിന്ന് വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ചക്കപ്പുഴുക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മുടെ ചാനലിൽ 1-2 ചക്കപ്പുഴുക്കിൻ്റെ റെസിപ്പീസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞുള്ളത് കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ചക്കപ്പുഴുക്കിൻ്റെ റെസിപ്പിയാണ്. നമുക്ക് ചക്കയൊന്നും ഇല്ലാത്ത സമയത്ത് നമുക്ക് ഈ ഉണക്ക ചക്ക കുറച്ച് സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ചക്കയൊക്കെ തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. അതെങ്ങനെയാണെന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ ദേ ഞാൻ നാട്ടിൽ നിന്ന് വന്ന സമയത്ത് എനിക്ക് അമ്മ ഉണക്കി വെച്ചിരുന്ന ചക്കയാണ് കേട്ടോ. അത് ചക്കയുള്ള സമയത്ത് നന്നായിട്ട് കഴുകി വാരി പച്ചച്ചക്ക ഇതേപോലെ ഉണക്കി എടുത്ത് വെച്ചിട്ട് എനിക്ക് പാക്ക് ചെയ്ത് തന്നു വിട്ടിട്ടുള്ളതാണ്. ഞാനിപ്പോൾ ഒരു 2 കപ്പ് ഉണക്കച്ചക്കയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതേ ഉണക്കച്ചക്ക ഈ ഒരു രീതിയിലാണ് ഇരിക്കുന്നത്. നമ്മൾ നോക്കുമ്പോൾ ഇതുപോലെ ഒടിച്ചിട്ട് ഇടാൻ പറ്റും. സാധാരണ എല്ലാവരും തലേ ദിവസം വെള്ളത്തിലൊക്കെ ഇട്ടിട്ടാണ് ചിലപ്പോൾ ചെയ്യുന്നത്. പക്ഷെ ഞാനാണെങ്കിൽ തിളച്ച വെള്ളമുണ്ട്, തിളച്ച വെള്ളം ഒരു 15 മിനിറ്റ് ഇതേപോലെ വെള്ളത്തിൽ ഇട്ടിട്ടാണ് ചെയ്തിട്ടുള്ളത്. സാധാരണ പച്ചവെള്ളത്തിലൊക്കെ ഇട്ട് 1 മണിക്കൂറോ 2 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് എടുക്കുവാണെങ്കിൽ എപ്പോഴും ആ ഒരു ഉണക്ക ചക്കയുടെ ടേസ്റ്റ് ഉണ്ടാവും. അതേസമയം നിങ്ങൾ ഇതേപോലെ ചൂടുവെള്ളം ഒന്ന് ഒഴിച്ച് നോക്കുക, ആ ഒരു ഉണക്ക ചക്കയുടെ ടേസ്റ്റോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല. നമ്മൾ സാധാരണ ചക്ക തിന്നുന്ന പോലെ തന്നെയായിരിക്കും കേട്ടോ. അപ്പോൾ അതൊരു 15 മിനിറ്റ് ഞാൻ വെള്ളത്തിലിട്ട സമയത്ത് ഇതേപോലെ നന്നായിട്ട് അത് കുതിർന്ന് കിട്ടിയിട്ട് നമുക്കിത് ചുമ്മാ നീക്കി നോക്കുന്ന സമയത്ത് നന്നായിട്ട് ഞെങ്ങുന്ന ആ ഒരു പരുവം വരെ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് ചക്ക വേണ്ടത്. അപ്പോൾ ഇനിയിപ്പോൾ ഈ ഒരു വെള്ളം ഒരു 3-4 വെള്ളത്തിൽ നമുക്ക് കഴുകിയെടുക്കണം. എന്നാൽ മാത്രമേ ആ ഒരു ചക്കയുടെ ആ ഒരു ഉണക്ക ടേസ്റ്റ് ഒക്കെ മാറി കിട്ടത്തുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ഞാൻ ഇതേപോലെ ഇങ്ങനെ നമ്മുടെ ഈ ചോറൊക്കെ വാറ്റിയെടുക്കുന്ന സാധനം ഉണ്ടല്ലോ, അപ്പം അത് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ അതിനകത്തൊക്കെ ഇട്ടിട്ട് ഞാനിങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് ക്ലീൻ ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കട്ടൊക്കെ ഉണ്ടെങ്കിൽ ആ ഉണക്കത്തയുടെ മാറിപ്പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഞാൻ ഇതേപോലെ ഒരു പാത്രത്തിൻ്റെ അടിയിലേട്ട് വെച്ചിട്ട് അത് നന്നായിട്ട് ഊറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇതൊരു കുക്കറിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിത് ഫുള്ളും കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം വേണം. വെള്ളത്തിലാണല്ലോ നമ്മൾ സാധാരണ ചക്ക വേവിക്കുന്നത്, അപ്പോൾ വെള്ളം വേണം. അപ്പോൾ അതിന് മുന്നേ ഞാൻ ലേശം ആവശ്യത്തിനുള്ള ഉപ്പും ലേശം മഞ്ഞൾപ്പൊടിയും കൂടെയാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. ഇൻഗ്രീഡിയൻസ് എത്രയൊക്കെ എടുക്കുന്നതെന്നുള്ള കൃത്യമായിട്ട് ഞാൻ എഴുതി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ടുള്ള ഒരു 1/2 സ്പൂൺ അളവിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ഇട്ടതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചതിന് ശേഷം വേണം നമുക്കിത് കുക്കറിൽ വിസിലടുപ്പിച്ചെടുക്കാം. ഞാൻ ചൂടുവെള്ളമാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ചൂടുവെള്ളമാകുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ വിസിൽ വരും ചെയ്യും. അപ്പം ഞാനൊരു 4 വിസിലാണ് കേട്ടോ ഇതിനകത്തേക്ക് ഞാൻ അടുപ്പിച്ചിട്ട് എടുക്കുന്നത്. അപ്പോൾ ഒന്നെങ്കിൽ 3 അല്ലെങ്കിൽ 4 വിസിൽ നമുക്ക് ഇതിനകത്ത് ചെയ്തെടുക്കാൻ പറ്റും. സാധാരണ നമ്മൾ ചക്ക വേവിക്കുന്നതിനെക്കാട്ടിലൊക്കെ ഇച്ചിരി കുറച്ചും കൂടെ വെച്ചാൽ മതി. ചിലർ കലത്തിലൊക്കെ ചക്ക വേവിച്ചിട്ട് ഒക്കെ എടുക്കാറുണ്ട്. അങ്ങനെ ചെയ്യുവാണെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. കുക്കറിലാകുമ്പോൾ നമുക്ക് ഇതെല്ലാം കൂടെ കുറച്ചും കൂടെ ഒരു ഈസിയാണ്. അതുകൊണ്ടാണ് കേട്ടോ ഞാനിതിപ്പോൾ കുക്കറിൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കുക്കറിൽ ഇപ്പോൾ ഇത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചക്കയുടെ കൂടെ കഴിക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ചിക്കൻ കറിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ചക്കയും ചിക്കൻ കറിയാണ് അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ ഒരു സ്പെഷ്യൽ എന്ന് പറയുന്നത്. അപ്പോൾ ഉണക്കച്ചക്കയും ചിക്കൻ കറിയും നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഉണക്കച്ചക്കയാണോന്നൊന്നും പറയത്തില്ല, നമ്മളത് വേവിച്ച് വരുമ്പോഴത്തേനും നല്ല ടേസ്റ്റാണ്. എന്നിട്ട് ഞാൻ കുറച്ച് തേങ്ങ ഇട്ടിട്ടുണ്ട്, തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കത് മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. തേങ്ങയെന്ന് പറയുന്നത് ഒരു 1/4 പോർഷൻ, അത് 1/2 പോർഷൻ്റെ 1/4 പോർഷൻ, അതായത് നമ്മുടെ ഒരു തേങ്ങയുടെ പകുതിയുടെ 1/4 പോർഷനാണ് ഞാൻ കേട്ടോ ഇതിനകത്ത് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഞാൻ അതിലേക്ക് 2 പച്ചമുളകും കുറച്ച് കറിവേപ്പില, ഒരു വെളുത്തുള്ളി, ഒരു 1/4 സ്പൂൺ അളവിൽ ജീരകം ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ലേശം ഒരു 1/4 സ്പൂൺ അളവിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇടുന്നുണ്ട്. കുരുമുളക് പൊടി ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്, അതുകൊണ്ടാണ് കുറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ടുള്ളത്. എന്നിട്ട് ലേശം വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ സാധാരണ ചക്കയ്ക്കൊക്കെ വേവിച്ചെടുക്കുന്ന ആ ഒരു പരുവത്തിൽ തന്നെ നമുക്കത് വേവിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് വരാം. ഫൈനായിട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ചക്കയ്ക്ക് എങ്ങനെയാണോ അരയ്ക്കുന്നത് ആ ഒരു രീതിയിൽ അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ അത് ഈ ഒരു പരുവത്തിലാണ് നമ്മൾ ചക്കയ്ക്ക് അരച്ചെടുത്തിട്ടുള്ളത്. അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് അടുത്ത് കാണിച്ചു തരാം. കണ്ട ഇങ്ങനെ ചെറുതായിട്ട് ഒന്ന് ചതഞ്ഞ്, അതേസമയം നമ്മുടെ ഇട്ടിട്ടുള്ള സാധനങ്ങളെല്ലാം ഒന്ന് അത്യാവശ്യം ചതഞ്ഞ് കിട്ടുന്ന രീതിയിൽ വേണം ചെയ്യാനായിട്ട്. ഒരു അവിയലിനൊക്കെ നമ്മൾ അരയ്ക്കുന്ന ഒരു പരുവത്തിൽ. അപ്പോൾ നമ്മുടെ കുക്കറിനകത്ത് വിസിലടിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള വിസിലടുപ്പിച്ചെടുക്കാം.
അപ്പോൾ ഇതേ നമ്മൾ 4 വിസിലൊക്കെ അടുപ്പിച്ചതിന് ശേഷം നല്ല രീതിയിൽ പ്രഷറും കാര്യങ്ങളും ഒക്കെ പോയിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ ഇതേ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം വെന്തിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട്. എന്തായാലും ഉറപ്പായിട്ടും 4 വിസിലടിക്കുമ്പോൾ തന്നെ എന്തായാലും അത് വെന്ത് കിട്ടുമല്ലോ. അപ്പോൾ അതേ നമുക്കതൊന്ന് ഉടച്ച് നോക്കാം. അതേ നന്നായിട്ട് അത് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഒന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു സ്പൂണോ ഒക്കെ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഉടച്ചെടുക്കണം. സാധാരണ നമ്മൾ ചക്ക കുഴയ്ക്കുമല്ലോ, അതുപോലെ നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം. അതിന് ഞാനൊരു സ്പൂണാണ് എടുക്കുന്നത്. അപ്പോൾ ആ ഒരു സ്പൂൺ വെച്ചിട്ട് നമുക്ക് അതിൻ്റെ ബാക്ക് സൈഡ് വെച്ചിട്ട് നമുക്കിതുപോലെ കുറേശ്ശായിട്ട് നമുക്കിതുപോലെ ഉടച്ചെടുക്കാം. അപ്പം ഞാനിത് ഫുള്ളും ഒന്ന് ഉടച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതേ നമ്മൾ ഫുള്ളും നന്നായിട്ട് ഇത് ഉടച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള അരപ്പുണ്ടല്ലോ, അരപ്പ് നമുക്കിനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള അരപ്പ് ഫുള്ളും ഇപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ ഒരു മിക്സിയുടെ ജാറ് കഴുകി ലേശം വെള്ളവും കൂടെ ഞാനിതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ ചെയ്യാത്തവർ ഇത് ഒന്ന് ചെയ്ത് നോക്കുക. നമ്മൾ സാധാരണ പച്ചച്ചക്ക ഉണ്ടല്ലോ, പച്ചച്ചക്ക നല്ല രീതിയിൽ നീളത്തിൽ കീറി ഒരു 1-2 ദിവസം നമ്മൾ നന്നായിട്ട്, അതായത് നന്നായിട്ട് അത് ഉണങ്ങി കിട്ടണം. നമ്മൾ ഒടിക്കുന്ന സമയത്ത് അതിങ്ങനെ ഒടിഞ്ഞ് കിട്ടുന്ന ആ ഒരു പരുവം വരെ നമ്മൾ നന്നായിട്ട് ചക്ക ഉണക്കി വയ്ക്കുക. അപ്പം അങ്ങനെ ചെയ്യുവാണെങ്കിൽ നമുക്ക് ചക്ക കിട്ടാത്ത സമയത്തൊക്കെ നമുക്ക് ഇതേപോലെ സ്റ്റോർ ചെയ്ത് വെക്കുവാണെങ്കിൽ നമുക്ക് ചക്ക കഴിക്കാൻ ആഗ്രഹമുള്ള സമയത്ത് നമുക്കത് കഴിക്കാനായിട്ട് പറ്റും. എനിക്ക് പൊതുവേ ചക്ക ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ചക്ക അങ്ങനെ ഇവിടെ കിട്ടാറില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അമ്മയുടെ വിളിച്ച് പറഞ്ഞാണ് ഇതുപോലെ ചക്കയൊന്ന് ഉണക്കി വെക്കണേന്ന്. ഞാൻ ഡിസംബറിൽ നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് പോയ സമയത്ത് ഇങ്ങനെ ചെയ്ത് വെച്ചിട്ട് അങ്ങനെ ഞാൻ കൊണ്ടുവന്നിട്ടുള്ളതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ കുറച്ച് കടുകൊക്കെ താളിച്ചിട്ടുണ്ട്. കടുകൊക്കെ താളിക്കാൻ എല്ലാവർക്കും അറിയാവുന്നത് കൊണ്ടാണ് കേട്ടോ അതൊന്നും കാണിക്കാഞ്ഞത്. അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നു പോകരുത്. കാരണം നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ഇനിയും നല്ല നല്ല റെസിപ്പീസുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവരും സുഖമായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. അപ്പോൾ പുതിയൊരു റെസിപ്പി ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.